ഭഗവാൻ സ്വന്തം വാക്ക് തെറ്റിച്ചു. ഇപ്പൊ രാധാദേവിയുടെ ആ മുട്ടിലെഴയുന്ന പ്രതിമയിൽ അല്ലെങ്കിൽ ആ വിഗ്രഹത്തിൽ നിങ്ങൾക്ക് എവിടെ കൃഷ്ണനെ കാണാൻ സാധിക്കുന്നു ചോദിക്കുമ്പോൾ പറയുന്നു മഹാത്മാക്കൾ, രാധയുടെ കണ്ണുകളിൽ നോക്കൂ, അവിടെ നിങ്ങൾക്ക് കൃഷ്ണനെ കാണാൻ. അതുകൊണ്ട് വൃന്ദാവനത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ മുഴങ്ങി കേൾക്കുന്ന ശബ്ദം കൃഷ്ണ കൃഷ്ണ എന്നതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഒരു പരിധി കൂടുതലായിട്ട് രാധേ എന്നുള്ള ശബ്ദം കേൾക്കുന്നു. ഭഗവാൻ പോലും പറയുന്നു, രാ എന്ന ശബ്ദം വിളിക്കുമ്പോൾ ഞാൻ അവരുടെ അടുത്തേക്ക് വരികയും ധേ എന്നുള്ള ശബ്ദം പറയുമ്പോൾ ഞാൻ അവരുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു എന്നാണ്. അത് ഗുരുവായൂരപ്പന്റെ ഒരു പാരമ്പര്യം. എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഭഗവാൻ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുത്തുള്ളത് തന്നേക്കാൾ തന്റെ ഭക്തർക്കാണ്. നേരത്തെ പറഞ്ഞ ഉദാഹരണം നോക്കൂ, ഭഗവാൻ സ്വന്തം വാക്ക് തെറ്റിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ഭക്തന്റെ വാക്കിനെ സത്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ട്. ഒന്നെങ്കിൽ അർജുനെ കൊല്ലണം, അല്ലെങ്കിൽ ഞാൻ ആയുധം എടുക്കണം. എന്റെ വാക്ക് തെറ്റിക്കോട്ടെ, എന്നെ ആളുകൾ ഭാവിയിൽ കുറ്റം പറഞ്ഞോട്ടെ, പക്ഷെ ഒരിക്കലും എന്റെ ഭക്തന്റെ വാക്ക് തെറ്റരുത്.